ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, സുഖമാണല്ലോ അല്ലേ? ഇന്നെന്തായാലും കുറച്ചാളായാലും സാക്ഷ്യം വായിച്ചിട്ടൊരു സാക്ഷ്യം വായിക്കാം. പിന്നെ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ, എൻ്റെ പേര് അനീറ്റ എന്നാണ്. ഞാൻ BSc നേഴ്സിംഗ് സ്റ്റുഡൻ്റാണ്. എനിക്ക് അച്ഛന് വഴി ഈശോ തന്ന വലിയൊരു അനുഗ്രഹം സാക്ഷ്യപ്പെടുത്താണ് ഞാൻ എഴുത്തെഴുതുന്നത്. ഈ കോഴ്സിന് ചേർന്ന ശേഷം എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഒരു തരത്തിലും പഠിക്കാൻ പറ്റുന്നില്ല. +2-ന് 99% മാർക്ക് വാങ്ങിയ ഞാൻ അവിടെ ചെന്ന എക്സാമിൽ 2 പ്രാവശ്യം തോറ്റു. എങ്കിലും ഞാൻ അച്ഛൻ്റെ 1670 എപ്പിസോഡ് മുടങ്ങാതെ കണ്ട് പ്രാർത്ഥിക്കുകയാണ്. യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എങ്കിലും ഞാൻ തുടർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എക്സാം വളരെ ബുദ്ധിമുട്ടായിരുന്നു. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എനിക്ക് അറിയാത്തതായിരുന്നു. അമ്മയോടും പപ്പയോടും ഞാൻ വീണ്ടും തോൽക്കുമെന്ന് പറഞ്ഞിരുന്നു. കാരണം ജയിക്കാൻ ഒരു സാധ്യതയും ഒരു തരത്തിലും ഉണ്ടായിരുന്നില്ല. ഈശോ വന്ന് എൻ്റെ പേപ്പർ നോക്കിയാൽ മാത്രം ഞാൻ ജയിക്കുമെന്ന് പറഞ്ഞിരുന്നു. എക്സാമിൻ്റെ റിസൾട്ട് വരുന്നത് വരെ എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഞാൻ സങ്കടപ്പെട്ട് ഈശോയോട് പ്രാർത്ഥിക്കുകയും എല്ലാ ദിവസവും മുടങ്ങാതെ 1670 എപ്പിസോഡ് ഡെയിലി ടോക്കിൻ്റെ കൂടെ കേൾക്കുകയും ചെയ്തായിരുന്നു. അതിന് ഫലമായി കർത്താവ് വിജയം നൽകി അനുഗ്രഹിച്ചു. എനിക്ക് അതുമായി നല്ലൊരു കോൺഫിഡൻസ് കിട്ടി. വിജയം നൽകി അനുഗ്രഹിച്ചു. പിന്നെ ഈശോയ്ക്ക് ഒരു നന്ദി. പഠിക്കാൻ ബുദ്ധിമുട്ട് മാറി നല്ല മാർക്കോടെ കോഴ്സ് കേൾക്കാനോട് പ്രാർത്ഥിക്കും. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ 99% അത്ര ശതമാനത്തോളം മാർക്കുണ്ടായിരുന്ന കുട്ടിയല്ലേ അല്ലേ? പക്ഷേ അത് എന്തെങ്കിലും ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ചില ആൾക്കാർക്ക് അങ്ങനെയുണ്ട്. ശരിക്കും പഠിക്കുന്നതാണ്, പക്ഷേ ഇങ്ങനെ ടെൻഷനൊക്കെ വന്നിട്ട് ഒരു ബുദ്ധിമുട്ടാവും. അപ്പോൾ എന്തായി ആശീർവാദം സ്വീകരിച്ചു. പിന്നെ ഒരു കോൺഫിഡൻസ് നൽകി കർത്താവ് അങ്ങോട്ട് അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്തായാലും ഇന്ന് പരീക്ഷയുടെ സമയമൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ വേണ്ടി പ്രത്യേകമായിട്ട് ഇങ്ങനത്തെ പരീക്ഷ സമയത്തുള്ള ബുദ്ധിമുട്ടുകൾ, ടെൻഷൻ ഒക്കെ മാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നീറ്റ് പല കോഴ്സ് പ്രിപ്പയർ ചെയ്യുന്നവർ അല്ലേ, സിവിൽ സർവീസ് പരീക്ഷകൾ, പിന്നെ OET, ജർമ്മൻ കോഴ്സുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ. ഇന്നത്തെ നമ്മുടെ വിഷയത്തിൽ തലക്കെട്ട് ലൂക്കായുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം, എൻ്റെ 12-ാമത്തെ തിരുവചനമാണ്. തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ഈ കാര്യത്തോട് ഇത്തിരി ആവേശം നല്ലതാണ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് മഗ്ദലന മറിയം അങ്ങനത്തുള്ള സ്ത്രീകൾ കർത്താവിൻ്റെ കല്ലറയെങ്കിലേക്ക് പോയി. എന്നിട്ടുണ്ടായ സംഭവവികാസങ്ങളെല്ലാം തിരിച്ചു വന്ന അപ്പസ്തോലന്മാരെ അറിയിച്ചു. അപ്പോൾ കേട്ടുകൊണ്ടിരുന്ന അപ്പസ്തോലന്മാർക്ക് ഇതൊരു കെട്ടുകഥ പോലെ തോന്നിയുള്ളൂ. അസംഭവ്യമായ ഒരു സംഗീതയെക്കുറിച്ച് അങ്ങനെ അങ്ങ് തോന്നുകയാണ്. എന്നാൽ അടുത്ത വാക്യം എങ്ങനെയാണ്? എന്നാൽ പത്രോസ് എഴുന്നേറ്റ് കല്ലറയെങ്കിലേക്ക് ഓടി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വചനമാണ്. കാര്യം ബാക്കിയുള്ളവരെങ്ങനെ ശങ്കിക്കുമ്പോൾ പത്രോസ് കേൾക്കാത്ത മതി അല്ലേ, അങ്ങോട്ട് കല്ലറയെങ്കിലേക്ക് ഓടി. എന്നിട്ട് അവിടെ എത്തിച്ച് അടുത്ത സംബന്ധിച്ചെന്ന് പറയാം, അവൻ കുനിഞ്ഞ് അകത്തേക്ക് നോക്കിയപ്പോൾ, അവൻ ഓടിയെത്തി. എന്നിട്ട് അകത്തേക്ക് കുനിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോൾ അവനെ ചുറ്റിയിരുന്ന എന്ന് പറഞ്ഞ് ഈശോയെ ചുറ്റിയിരുന്ന അല്ലെങ്കിൽ പൊതിഞ്ഞിരുന്ന തുണികൾ തനിയെ കിടക്കുന്നത് കണ്ടു. എന്നിട്ട് പറയുകയാണ്, ഇതിനെക്കുറിച്ചെല്ലാം വിസ്മയിച്ചുകൊണ്ട് പത്രോസ്ലീഹ തിരിച്ചുപോയി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഞാൻ എൻ്റെ ആദ്യത്തെ ഭാഗം മാത്രം എടുക്കുകയാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വിശ്വാസത്തിൻ്റെ കാര്യങ്ങളിൽ ഒരിച്ചിരി ആവേശം വേണം. ശരിക്കും പറഞ്ഞാൽ ചില കാരണം പറയും അമിത ആവേശം പാടില്ല. ശരിയാണ്, അങ്ങനതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ നമുക്ക് മറ്റ് പല കാര്യങ്ങളിലൊക്കെ ഭയങ്കര ആവേശം വരും. പക്ഷെ വിശ്വാസത്തിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കുക, വിശുദ്ധ കുർബാനയ്ക്ക് പള്ളിയിൽ പോകുമ്പോൾ ചിന്തിച്ച് നോക്കിയേ, ഒരാവേശം ഉണ്ടോ അല്ലേ? സംഗതി കുർബാനയൊക്കെ മണിയടിച്ച് അവിടെയൊക്കെ എത്തുമ്പോഴത്തേക്കും അങ്ങനെ അല്ല, നിങ്ങളങ്ങനെയല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർക്കാണ്, വിദേശത്തൊക്കെ UAE-ലൊക്കെ പല സ്ഥലത്ത് കുർബാനയ്ക്ക് ഇരിക്കാനായിട്ട് പള്ളിയിൽ സ്ഥലം കിട്ടിയില്ലാത്തതുകൊണ്ട് ആൾക്കാർ വന്ന് പുറത്ത് ക്യൂ നിൽക്കുകയാണ്. ആദ്യം വരെ പള്ളിയിലേക്ക് ഇരിക്കാൻ വേണ്ടി സ്ഥലം കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ടൊക്കെ ഞാൻ പറയുന്നത്. പക്ഷെ നമുക്ക് ഇതിനകത്ത് ഒരു ആവേശം വരണം അല്ലേ? ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു ഫുട്ബോൾ കളി കാണാൻ പോകുന്നു അല്ലെന്നുണ്ടെങ്കിൽ അതൊക്കെ ലൗകിക, അതും ഇതൊന്ന് കമ്പയർ ചെയ്യരുത് കേട്ടോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. പക്ഷെ ലൗകികമായ ഒരു കാര്യത്തിന് വേണ്ടി എന്തൊരു ആവേശമാണ് അല്ലേ? അല്ലെങ്കിൽ ബൈബിൾ വായിക്കാൻ, കൊന്ത ചെല്ലാൻ അല്ലേ, ഭയങ്കര നമുക്കൊരു ആവേശം വരണ്ടേ ആത്മീയ കാര്യങ്ങളിൽ, അങ്ങോട്ട് പോകുന്ന കാര്യങ്ങളിൽ അല്ലേ? ഒരു ധ്യാനം കൂടാൻ വേണം, നോക്കണം ഇപ്പോൾ വേണോ പിന്നെ ആട്ടെ അല്ല, എല്ലാത്തിനും ഇങ്ങനെ നോക്കിയാൽ ബാക്കി അപ്പസ്തോലന്മാരെല്ലാം അങ്ങനെ ഇരുന്ന സമയത്ത് ഒരു മടിയും ആണോ, പോയിട്ടെന്താ കാര്യം, അതൊക്കെ ഉണ്ടോ, ശരിയാണോ, അങ്ങനെ ചെയ്യണം, ഇതൊരു ആവേശമാണ്. ഹല്ലേലൂയ. ശരിക്കും പറഞ്ഞാൽ പത്രോസിലേക്ക് അങ്ങനെ സംഗതി ഉണ്ട്, വെള്ളത്തിലോട്ട് എടുത്തിയാട്ടുമ്പോൾ ഒരു ആവേശമാണ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ളപ്പോൾ അവർക്ക് അതിൻ്റെതായ ചെറിയ ആവേശം എന്ന് പറഞ്ഞൊരു സ്നേഹവും വിശ്വാസവും പല സംഗതികൾക്കൂടെ കൂടിയതും കൂടിയാണല്ലോ. ഓക്കെ, നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പലതരത്തിൽ വ്യാഖ്യാനിക്കുക. പക്ഷെ എനിക്ക് തോന്നുന്നത് നമുക്ക് ഈ ഭക്തി കാര്യങ്ങളിലൊക്കെ ഇങ്ങനത്തെ ഒരു സംഗതിയും കൂടെ വേണം അല്ലേ? ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. അപ്പോൾ ഓരോരുത്തരും വചനം വെച്ച് ചിന്തിക്കുക, എനിക്ക് ഇങ്ങനത്തെ ഒരു സംഗതി ഉണ്ടോ, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് കുടുംബ പ്രാർത്ഥന സമയമ്പോൾ എനിക്കൊരു ആവേശമാണ്, അവിടെ എത്തണം അല്ലേ, ആ സമയത്ത് എത്തണം അല്ലേ, അല്ലെങ്കിൽ ഇതെങ്ങനെ ഒന്ന് കഴിഞ്ഞ് കിട്ടുമ്പോഴത്തേക്കും ചെല്ലാം എന്നാണ് യുവജനങ്ങളെ കേട്ടോ. അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ പോയി. അതുകൊണ്ട് ആത്മീയ കാര്യം നമുക്ക് ഇച്ചിരി ആവേശം വേണം. ഹല്ലേലൂയ. പ്രാർത്ഥനകളൊക്കെ ഉറക്കത്തിൽ ചെല്ലുമ്പോൾ ഒരു ആവേശമാണ്.
ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. കൂടെ ഉണ്ട് കേട്ടോ. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. നന്നായി സ്തുതിക്കാം. ഈശോയെ ആരാധന, 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 ആരാധന. കർത്താവെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. കർത്താവെ ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. കർത്താവ് എല്ലാ പൈശാചികതകളും അന്ധകാരശക്തിയുടെ ഉപദ്രവങ്ങളും ശല്യങ്ങളെ ബാധകളെയും ഭൂതങ്ങളെയും തടസ്സങ്ങളെയും ഈശോയുടെ നാമത്തിൽ ഇവരുടെ കുടുംബങ്ങളിൽ നിന്ന് ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, നിത്യാത്മയിലേക്ക് ആട്ടിപ്പായിക്കുന്നു. കർത്താവിന്റെ വലിയൊരു കൃപയുടെ അഭിഷേകം നിങ്ങളുടെ ഓരോരുത്തരും മേലും ഉണ്ടാകട്ടെ. ആത്മീയ കാര്യങ്ങളിൽ ഒരാവേശം ഉണ്ടാകട്ടെ എന്ന് ആശീർവദിക്കുക. കർത്താവ് ഒരു ഭക്തിയുടെ തീവ്രത ഉണ്ടാകട്ടെ എന്ന് ആശീർവദിക്കുക. കർത്താവായ ദൈവം ചപ്പേ ചതഞ്ഞ രീതികളൊക്കെ മാറി ആത്മീയ കാര്യം ഒരു ഉണർവ് അഭിഷേകം ഉണ്ടാകട്ടെ എന്ന് ആശീർവദിക്കുക. അതിന് പുറകെ കിടക്കുന്ന അലസതയും മടി ഈശോയെ നമ്മൾ ബന്ധിക്കുന്നു, വിട്ടുകഴിഞ്ഞ് പോട്ടെ കർത്താവ്. ദൈവമേ, പ്രത്യേകിച്ച് ഏതെങ്കിലും പഠിച്ച മേഖലയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ആശീർവദിക്കുക. കർത്താവ് പഠിക്കാൻ കഴിവുണ്ട്, പക്ഷേ ഇങ്ങനെ ടെൻഷൻ, രോഗം, പലവിധ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നിട്ട് എന്ത് ചെയ്ത് പഠിക്കാൻ പറ്റുന്നില്ല. അമിത ടെൻഷൻ, ഭയം ഉൾക്കണ്ട. ഈശോയുടെ നാമത്തിൽ ബന്ധിക്കുന്നു. കാരണം ധൈര്യത്തിന്റെ ആത്മാവായി പരിശുദ്ധ റൂഹ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്ന് നിറയട്ടെ. നിങ്ങൾക്ക് നല്ല ധൈര്യവും കൃപയും കോൺഫിഡൻസും ഉണ്ടാകട്ടെ. കർത്താവിന്റെ നാമം നിങ്ങൾക്ക് നല്ല റിസൾട്ടും വിജയവും ഉണ്ടാകട്ടെ. കർത്താവ് എല്ലാ മന്ദതയും മന്ദവും വിട്ടുമാറി പോകട്ടെ. പിന്നത്തേക്ക് മാറ്റിവെക്കുന്ന ശീലങ്ങൾ മാറട്ടെ കർത്താവ്. അതാത് ദിവസം പഠിച്ചു മാറി പ്രത്യേക കൃപ ലഭിക്കട്ടെ കർത്താവ്. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടിയുണ്ട്, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.